ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് നാളത്തേക്കുള്ള, അതായത് 18-ാം തീയതിയിലേക്കുള്ള നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ട്രേഡിംഗ് സെറ്റപ്സും ലെവൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ ഏത് രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സെറ്റപ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് ട്രെൻഡ് ലൈൻ കാണാം. അതായത് ആ ഇലക്ഷൻ്റെ മാർക്കറ്റ് ഡൗൺ ആയ ഇലക്ഷൻ റിസൾട്ട് വന്നിരുന്ന കൗണ്ടിങ് ഡേയ്സ് മുതൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിൻ്റെ അത് മുതൽ നമ്മളിപ്പം കഴിഞ്ഞ ദിവസം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ലൈൻ കാണാം. മാർക്കറ്റ് വന്നിരിക്കുന്ന മൾട്ടിപ്പിൾ ടച്ചസ് ഉള്ള ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് കാണാം. അതായത് പല സമയങ്ങളിലായിട്ട് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ. ഓക്കെ, അപ്പോൾ അത് നാളത്തെ കേസിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ദിവസമാണ്. കാരണം ട്രെൻഡ് ലൈൻ നമുക്കൊരു മുകളിലൊരു ട്രെൻഡ് ലൈനും കാണാം, താഴെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ കാണാം. സോ അത് നാളത്തെ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സംഭവമാണ്. അതേ സംഭവം മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ടായിട്ട് ഇരിക്കുന്നത് ഒരു ട്രെൻഡ് ലൈനിനകത്താണ്. സോ നാളത്തെ കേസിനകത്ത് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാവുന്ന സംഗതിയാണ് ആ ഒരു സംഭവം. ഇപ്പോൾ നാളത്തെ മാർക്കറ്റിനകത്ത് ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ നന്നായിട്ടൊരു പോസിറ്റീവ് മൊമെൻ്റാണ്. മറ്റേ ഗ്ലോബൽ ഇൻഡസ്ട്രീസ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവ് മൊമെൻറ്റിലാണ് നിൽക്കുന്നത്. സോ നാളെ നമുക്കൊരു ഗ്യാപ്പ് അപ്പാണ് കിട്ടുന്നതെന്ന് കരുതാം. ഇപ്പം മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് 50,002 ആ റേഞ്ചിലൊക്കെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. സോ നമുക്കൊരു ഗ്യാപ്പ് അപ്പാണ് നാളെ ഓപ്പണിംഗ് കിട്ടുന്നതെന്ന് കരുതാം. സോ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നീട് ഉണ്ടാവുക. ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു ലെവലിലായിരിക്കും ഉണ്ടാവുക. ഒരു 200 പോയിൻ്റൊക്കെ മാർക്കറ്റ് കിട്ടുക, ഇത് ഒരു ട്രെൻഡ് ലൈൻ ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്ന് കരുതാം. സോ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓപ്ഷൻ ചെയ്ത് നോക്കുന്ന സമയത്ത് 50,000 എന്ന് പറയുന്നൊരു ഏരിയ, 50,000 എന്ന് പറയുന്ന ആ ഒരു ഏരിയകളാണ് ഏറ്റവും കൂടുതൽ കോൾ റേറ്റേഴ്സും പുട്ട് റേറ്റേഴ്സും ഉള്ളത്. അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കോൾ റേറ്റേഴ്സും പുട്ട് റേറ്റേഴ്സും ഉള്ളത് ഈ പറയുന്ന 50,000. സോ പുട്ട് റേറ്റേഴ്സ് അത് കഴിഞ്ഞാൽ പിന്നീട് കൂടുതലുള്ള പുട്ട് റേറ്റേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ 49,500 പുട്ട് റേറ്റേഴ്സ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ, കാരണം അതിൻ്റെ പകുതി പോലും വരുന്നില്ല ബാക്കിയുള്ള സംഭവങ്ങൾ. സോ കോൾ റേറ്റേഴ്സിൻ്റെ കേസ് നോക്കുകയാണെന്ന് വെച്ചാൽ 50,500 ആ ഒരു ഏരിയയാണ് കോൾ റേറ്റേഴ്സ് പിന്നീട് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, ആ ഒരു ഏരിയയിലാണ്, അങ്ങനെയാണ് വരുന്നത്. സോ നമുക്കപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു 500 പോയിൻ്റ് മുകളിലേക്കും ഒരു 500 പോയിൻ്റ് താഴേക്കുമാണ് കോൾ റേറ്റേഴ്സും പുട്ട് റേറ്റേഴ്സും മാർക്കറ്റിനകത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് കണ്ട് ലെവൽസ് ഇതാക്കിയിരിക്കുന്നത്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ചാൻസസ് നോക്കുകയാണെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്ന് കരുതുക. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുന്ന സമയത്ത് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് കിട്ടി ഈ ഒരു ഏരിയക്കകത്ത് ഓപ്പൺ ചെയ്തുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരും. സോ അത് മാർക്കറ്റ് കയറി ഒന്ന് സപ്പോർട്ട് ഇത് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നൊരു കേസ് വരികയാണെങ്കിൽ ഈ ഒരു ലേശം ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് സപ്പോർട്ട് എടുത്ത് വരുന്ന ഒരു ട്രെൻഡ് ലൈനാണ്. നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ്, മാസങ്ങളായിട്ട് സപ്പോർട്ട് എടുത്ത് വരുന്ന ഒരു ട്രെൻഡ് ലൈനിലാണ് നമ്മൾ ആ സമയത്തുള്ളത് മാർക്കറ്റ്. സോ ആ ഒരു സംഭവം റീടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിലേക്കൊരു ടച്ചസ് വരുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു കേസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കിട്ടി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 200 പോയിൻ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടുന്നൊരു സമയത്ത് ഉണ്ടാകുന്നൊരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് റൈറ്റേഴ്സ് അവരുടെ ടാർഗറ്റിലേക്ക് എത്തി സ്വാഭാവികമായിട്ട് അവർ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് താഴേക്ക് വരും. മാർക്കറ്റ് താഴേക്ക് വരുന്ന കേസിലുണ്ടാകുന്ന പിന്നീട് ഉണ്ടാകുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഒരു ഏരിയക്കകത്ത് തന്നെ വീണ്ടും വന്നിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിൽ മാർക്കറ്റ് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ, കാരണം രാവിലത്തെ ആ ഒരു മൊമെൻറ്റത്തിനകത്ത് മാർക്കറ്റ് കയറി പോവുകയാണെങ്കിൽ ഒരു 50,500 എന്ന് പറയുന്നൊരു ഏരിയ വരെ കയറാൻ ചാൻസ് ഉണ്ട്. സോ 50,500 ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ സംഭവിക്കും. സോ പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്ത് താഴേക്ക് വരും. അങ്ങനെ താഴേക്ക് പോയിരുന്ന സമയത്ത് എൻ്റെ ഒരു മെയിൻ ഏരിയ നാളത്തെ രാവിലത്തെ മാർക്കറ്റ് ആ ഒരു രീതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മുകളിലേക്ക് പോയി 50,500 എന്ന് പറയുന്ന ഏരിയക്കകത്തേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ട്രേഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ക്യാൻഡിൽസും കാര്യങ്ങളും അനുസരിച്ച് ഒരു പുട്ട് ഓപ്ഷൻ ആയിരിക്കും ഞാൻ പ്ലാൻ ചെയ്യാം. 50,500 എത്തിക്കഴിഞ്ഞാൽ ഒരു ഷോർട്ടായിട്ട് നമുക്കൊരു മാർക്കറ്റ് താഴേക്ക് വരും എന്നുള്ള സംഗതി കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന 50,254. സോ അവിടെ നിന്ന് നമുക്കൊരു മാർക്കറ്റ് റിവേഴ്സൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള നിലയിൽ നമുക്ക് വരിക 50,254 എന്നുള്ള ഏരിയയാണ്. 50,254 താഴേക്ക് വരികയാണെങ്കിൽ 50,098.
മൾട്ടിപ്പിൾ ടൈംസ് ടച്ചസ് എടുത്തിരിക്കുന്ന ഒരു ഏരിയയാണ് 50,098 എന്നുള്ള രീതിയിൽ. 50,098 എന്നുള്ള രീതിക്ക് താഴേക്ക് പോരുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫൈനൽ ടാർഗറ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ എക്സ്ട്രീം ബിയറിഷ് ആണെങ്കിൽ മാത്രമേ അതിൻ്റെ താഴേക്ക് എന്നുള്ള രീതിയിൽ പുട്ട് ഓപ്ഷന് ടാർഗറ്റ് കൊടുക്കേണ്ടുള്ളൂ. കാരണം അത് വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡേയ്സിനകത്ത് ടച്ചസ് വന്നിരിക്കുന്നു, റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈൻ ഇവിടെ കിടക്കുന്നുണ്ട്. സോ അതൊരു സപ്പോർട്ടായിട്ട് എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സലാവാൻ സാധ്യതയുണ്ട്. ഒരു 1000 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും നാളെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അത്രയും ബിയറിഷ് ആണെങ്കിൽ മാത്രമേ 49,500 എന്നുള്ള ലെവൽസിലേക്കൊക്കെ എത്തുള്ളൂ. അത് എക്സ്ട്രീം ആയിട്ടുള്ളൊരു ബിയറിഷ് എന്നുള്ള രീതിയിലേക്ക് പോകുമെന്നുള്ളത് കരുതുന്നില്ല. സോ ഒരു മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നൊരു കേസ് ലേശം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് കയറി 50,500 റെസിസ്റ്റൻസ് എടുത്തു, താഴേക്ക് വന്നിട്ട് ഒരു 50,254 എന്ന് പറയുന്ന ഒരു 500 പോയിൻറ്റിൻ്റെ റേഞ്ചിലുള്ള ഒരു മാർക്കറ്റ് സംഗതി മൂവ്മെൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് എന്നുള്ള രീതിയിലാണെങ്കിൽ ആ ഒരു രീതിയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു കേസിലൊക്കെ അതല്ലാതെ ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് ആണ് വരുന്നത്. ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് ഉള്ള സംഭവത്തിനാണ് വരുന്നതെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ ഒരു നോട്ട് ട്രേഡ് സോൺ ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അത് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 50,098 49,981 ആ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടൊരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിക്കകത്ത് വന്നിരിക്കുന്ന ഒരു ഏരിയയാണത്. സോ ഒരു വലിയ മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാനില്ലാണ്ട് ചെറിയ രീതിയിൽ കാര്യങ്ങൾ മാത്രമായിട്ട് പോകുന്ന ഒരു രീതിയിലാണ് ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഒരു വലിയ ടാർഗറ്റ് എന്നുള്ള രീതിയിലൊന്നും നമുക്ക് അതിനകത്ത് ട്രേഡ് ചെയ്യാൻ ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്തെടുക്കേണ്ട ഒരു സിനാരിയോ കൂടി അതിനകത്തുണ്ട്. കാരണം ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ വന്നിരിക്കുന്ന ഒരു ഏരിയ ഇപ്പോൾ നാളെ ഒരു ന്യൂട്രൽ ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ ഇതിനകത്തൊരു കൺസോൾട്ടേഷൻ രീതിക്കകത്ത് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയക്കകത്ത് നാരോ ആയി വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്കോ അല്ലെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴേക്കോ വരുന്ന രീതിക്കകത്ത് മാർക്കറ്റിനകത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒരു ചാൻസസ് കൂടുതലുള്ളൊരു കേസാണ്. സോ അതിനകത്ത് നമുക്ക് ഏത് രീതിയിലാണോ ഈ ഒരു രീതിക്കകത്ത് വന്നതിന് ശേഷം ഒരു മോർണിംഗ് സെക്ഷനകത്തൊരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിക്കകത്ത് വന്ന് ആഫ്റ്റർനൂണിനകത്ത് ബ്രേക്കൗട്ട് നടത്തി നല്ലൊരു മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പിനകത്ത് ഓപ്പൺ ചെയ്തു, താഴേക്ക് വന്ന ശേഷം ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, ദെൻ താഴേക്ക് വന്നു ഒരു കൺസോൾട്ടേഷൻ സെറ്റപ്പിനകത്ത് പോയി ഒന്നുകിൽ പിന്നീട് മാർക്കറ്റ് കയറി മുകളിലേക്ക് പോകുന്ന രീതിയിൽ സെറ്റപ്പ് ആ ഒരു രീതിക്കകത്ത് സാധ്യതയുണ്ട്. അതേത് രീതിക്കാണെന്ന് വെച്ചാലും ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിനകത്ത് വരുന്ന രീതിക്കകത്ത് ഒരു ട്രേഡ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം അതൊരു നോ ട്രേഡ് സോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ട്രയാങ്കിൾ സെറ്റപ്പ് അതല്ലെങ്കിൽ ഈ പറയുന്ന 50,089 49,981 ആ ഒരു ലെവൽസിനിടയിലുള്ള ഒരു ഏരിയ വലിയൊരു മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു ട്രയാങ്കിൾ പാറ്റേൺ കൂടി വരുന്നതുകൊണ്ട് ആ രീതിയിൽ തന്നെ കാണുന്നു. അതല്ലെങ്കിൽ പിന്നീട് ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് താഴെ പോയി ടെസ്റ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിലും ഈ ഒരു 49,641 എന്നുള്ള രീതിയിൽ സംഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ 49,500 വരുന്നുണ്ട്. അത് വരുന്ന സമയത്ത് അത് ടാർഗറ്റായി പിടിച്ചിട്ട് നമുക്കൊരു പുട്ട് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യണം. 49,500 എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അവിടെ എത്തുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് വരാനുള്ള ചാൻസസും കൂടുതലാണ്. ആ ഒരു ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് കാണുന്നത്. നിഫ്റ്റിയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഒരു ഹയർ ലോ എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ഷോർട്ട് ടൈം പീരീഡിനകത്ത് അതിനൊരു ട്രെൻഡ് ലൈനും വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞിരിക്കുന്ന അതേ രീതി തന്നെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, ദെൻ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ട്രെൻഡ് ലൈനിനകത്താണ്. ഈ ട്രെൻഡ് ലൈനിനകത്ത് സപ്പോർട്ട് എടുത്തു. ഇന്നലെ വീണ്ടും മാർക്കറ്റ് ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, നമുക്കിതിനകത്ത് നോക്കാവുന്നൊരു കേസാണ്. നമ്മൾ വരികയാണെങ്കിൽ ഇതിൽ നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യുന്നുണ്ട്. പുതിയൊരു ഓൾ ടൈം ഹൈ എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഇതിനെ പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിനേക്കാളും പുതിയൊരു ഹൈ. സോ ബാങ്ക് നിഫ്റ്റിയുടെ കേസിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്നുള്ള രീതിക്കകത്താണ് കിട്ടുന്നതെങ്കിൽ കുറച്ച് മാർക്കറ്റ് ഒന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടി, മാർക്കറ്റ് ഒരു 100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനകത്തും പറയുന്ന രീതിയിൽ നിഫ്റ്റിക്കകത്ത് പറയുന്നത് പോലെ തന്നെ ഒരു ചാൻസസ് കൂടിയൊരു മൂവ്മെൻറ്റ്സിനകത്ത്. കാരണം ഇപ്പം ആൾറെഡി ക്രിയേറ്റ് ചെയ്യുന്നൊരു ഫോമാറ്റിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഇവിടുന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ കിട്ടുന്നു. ദെൻ ഫസ്റ്റ് കാൻഡിൽ തന്നെ മുൻപൊക്കെ കണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ 2 ദിവസം മുൻപൊക്കെ കണ്ടിരിക്കുന്നത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ 1-2 ക്യാൻഡിലിനകത്ത് തന്നെ ഇവിടെ നമ്മൾ ആ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന ട്രെൻഡ് ലൈനകത്തെത്തുന്നു. വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരുന്നു. സാധാരണ രീതി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹയർ ലോ എന്നുള്ള രീതി ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ രീതിക്കകത്ത് തന്നെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ മൾട്ടിപ്പിൾ ടച്ചസ് ഒക്കെ എടുത്ത് താഴേക്ക് വരുന്നു. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്കകത്ത് ആ രീതിയിൽ വരുമെന്നുള്ള രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. നാളത്തെ കേസിൽ ഒരു
ഗ്യാപ്പ് അപ്പ് എന്നുള്ള രീതിയിൽ ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദെൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് കയറി ട്രെൻഡ് ലൈനകത്ത് ടച്ച് ചെയ്തു. ദെൻ താഴേക്ക് വന്ന് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് താഴേക്ക് വന്ന് നമ്മുടെ ട്രെൻഡ് ലൈനകത്ത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഒരു മുകളിലുള്ള ട്രെൻഡ് ലൈനും താഴെയുള്ള ട്രെൻഡ് ലൈനും ടച്ച് ചെയ്യണമെന്നില്ല. സോ മാർക്കറ്റ് മുകളിലേക്ക് കയറിയതിന് ശേഷം ഈ ഒരു ലെവലിനകത്ത് കൺസോൾട്ടേഷനും സാധ്യതയുണ്ട്. മാർക്കറ്റ് മുകളിലേക്ക് കയറി അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിട്ടിയിരിക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു ലെവലിനകത്ത് ഒരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിക്കകത്തും സാധ്യതയുണ്ട്. ദെൻ ഒരു ട്രെൻഡ് ലൈനകത്തേക്ക് ഇവിടെ ഒരു ഹയർ ലോ എന്നുള്ള രീതിയിൽ തന്നെ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് എത്തും. സോ ആ ഒരു ഫോർമാറ്റിനകത്തേക്കും സാധ്യതയുണ്ട്. ഒരു എക്സ്ട്രീം ബിയറിഷ് എന്നുള്ള രീതിക്കകത്താണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങോ നോർമൽ ഓപ്പണിങ്ങോ കിട്ടിയ ശേഷം ഒരു എക്സ്ട്രീം ബിയറിഷ് എന്നുള്ള രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ 23,363 തൊട്ട് താഴെയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഈ ഹൈലൈറ്റ് ചെയ്ത് വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് വളരെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് റെസിസ്റ്റൻസ് എടുത്ത് പോകുന്നിരുന്ന ഒരു ട്രെൻഡ് ലൈനാണ്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വന്നതിന് ശേഷം ഫോം ചെയ്യുന്ന ട്രെൻഡ് ലൈനാണ് ഇപ്പോൾ ഉള്ളത്. സോ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് ലൈൻ ഒരു ഫൈനൽ ടാർഗറ്റായിട്ട് വെച്ചിട്ട് നമുക്കൊരു പുട്ട് ഓപ്ഷൻ എന്നുള്ള രീതിക്കകത്ത് കാണാവുന്നതാണ്. സോ നാളത്തെ നിഫ്റ്റിക്കകത്തുള്ള ട്രേഡ് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് കാണുന്നത്. ബാക്കിയുള്ളത് നമുക്ക് മാർക്കറ്റ് ടൈമിനകത്ത് ഏത് രീതിയിൽ പാറ്റേൺസും ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏത് രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കി ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം.